ഇപ്പോൾ ബംഗാളില് ഏതോ ഒരു ഗ്രാമത്തിന്റെ ഉള്ളിലെത്തിയാണ്. അപ്പൊ നമ്മളിവിടെ വണ്ടി സംഭവം ഇവിടെ വണ്ടിന്റെ വഴി നിന്ന് റോഡ് തീർന്ന് അങ്ങനെയാണ് നമ്മളിപ്പോ ഇവിടെ എത്തി. ഇന്ന് ഫുഡ് കൊടുക്കാൻ പുതിയൊരു ഇടം തേടി ഇറങ്ങിയതാണ്. പക്ഷേ നല്ല ഒരു ഉള്ളേരിയയിലേക്കാണ് ഞങ്ങൾ ഇറങ്ങിയത്. നല്ലൊരു പച്ചപ്പുള്ള ഗ്രാമം. പക്ഷേ ഈ വഴി പെട്ടെന്ന് തന്നെ തീരും എന്നുള്ള കാര്യം നമുക്ക് അറിയില്ലായിരുന്നു. വണ്ടി ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഇവിടത്തെ സ്റ്റോപ്പായി. പഠിച്ചോനെ ഇനി എന്താ ചെയ്യുക. അപ്പം ഈ പരിസരത്തുള്ള ഈ ഉത്തരേന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാത്തൊരു ഗ്രാമത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ ആളുകൾ കൂടും. എന്താ സംഭവം എന്നറിയാൻ വേണ്ടി. ഇവിടെ വന്ന് എത്തിയാണ് എന്തായാലും വേണ്ടി. ഇപ്പൊ ഇവിടെ എത്തി. നമ്മള് വെസ്റ്റ് ബംഗാൾ ഗ്രാമത്തിന്റെ ഉള്ളിലാണ്. ഉള്ളിന്റെ ഉള്ളിലുള്ളത് ഇതാ വ്യത്യസ്തമായ ഒരു ഗ്രാമം കേട്ടോ. അപ്പം എല്ലാരും ഈ ഒരു ഗ്രാമം നമ്മൾ ഫസ്റ്റ് ടൈം ആണ് നമ്മള് ഇവിടെ അറിയാതെ എത്തിപ്പെട്ടാണല്ലേ. ഉത്തരേന്ത്യയുടെ ഒരു പൊതുവെയുള്ളൊരു ശീലമാണെന്നറിയില്ല, എല്ലാ ഗ്രാമങ്ങളിലും ഏകദേശം നായ്ക്കളുണ്ടാവും. കാരണം ആ നാടിൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയുള്ളതാണെന്നറിയില്ല. അവിടെ മുസ്ലിംസോ ഹൈന്ദവരോ അങ്ങനെ ഒരു കണക്കൊന്നുമില്ലാതെ ഏകദേശം എല്ലാ കുട്ടികളും നായ്ക്കളൊക്കെ തൊട്ട് നടക്കും. അത് ഇവിടുത്തെ ഒരു പ്രാകൃതമാണ് കേട്ടോ. നമ്മളിങ്ങനെ പോകുന്ന വയ്ക്കുക ഓരോ വീട്ടിലും ചെറിയ കുട്ടികൾ പോലും വന്നിട്ട് പട്ടിനൊക്കെ ഇങ്ങനെ തൊടുന്നുണ്ട്. പക്ഷെ അതൊന്നും നമ്മളെ നാട്ടിൽ എത്രത്തോളം അപ്സെറ്റ് ആവും എന്നുള്ളത് അറിയില്ല കേട്ടോ.